ഒരുപാട് സ്വപ്നങ്ങൾ തന്ന് കടന്നുപോയ ഒരു വർഷത്തെ യാത്രയുടെ അവസാനം. ശിശിരത്തിലെ കൊഴിയാൻ നിൽക്കുന്ന അവസാന ഇല പോലെ ഡിസംബർ. ആഘോഷങ്ങളുടെയും കാത്തിരിപ്പിന്റെയും ഈ ദിവസങ്ങളിൽ ഹൃദയപൂർവ്വം ഒരു ചെറിയ നക്ഷത്ര വെളിച്ചം നിങ്ങൾക്കായി നൽകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് UK പ്രിയപ്പെട്ട റേഡിയോയിലുമാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. പുറത്ത് മഞ്ഞുതുള്ളികൾ പെയ്യുന്നുണ്ടാകാം, എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ഊഷ്മളമായ ഓർമ്മയുടെ വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഓരോ ഡിസംബറും ഇത്ര പ്രിയപ്പെട്ടതാകുന്നത്. ഡിസംബർ ഒരു മഞ്ഞുമൂടിയ പുതപ്പ് പോലെയാണ്. നല്ല തണുപ്പിലും വർഷം മുഴുവൻ ഓടിത്തീർത്ത വഴികളുടെ ചൂടുണ്ട്. ഒരുപാട് കഥകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് കടന്നു പോകുന്ന ഒരു യാത്രയുടെ വിരാമം കൂടിയാണ് ഡിസംബർ. ഒരു വർഷത്തെ ഡയറി കുറിപ്പിലെ അവസാന പേജിൽ അടർന്നു വീഴാൻ നിൽക്കുന്ന നനുത്ത മഞ്ഞുതുള്ളി പോലെ ഡിസംബർ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ മറന്നതൊക്കെ ഓർത്തെടുക്കാനും നഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കാനും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജം സംഭരിക്കാനും നമുക്ക് ഈ തണുത്ത ഡിസംബറിനെ കൂട്ടുപിടിക്കാം. പ്രകൃതി ഒരു ശീതകാല സന്യാസിയെ പോലെയാണ് ഇപ്പോൾ. പകലുകളിൽ സാധാരണയുള്ള ബഹളങ്ങളൊന്നുമില്ലാതെ ഒന്ന് മൗനമാകുന്ന സമയം. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിൽ മഞ്ഞുതുള്ളികൾ കാണാം. സൂര്യരശ്മികൾ പോലും ഭൂമിയെ വളരെ മെല്ലെ തലോടി കടന്നു പോകുന്നു. ഡിസംബറിലെ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്രമം ആവശ്യമാണെന്നാണ്. താൽക്കാലികമായി എല്ലാം ഉപേക്ഷിച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞ് അടുത്ത വളർച്ചയ്ക്ക് വേണ്ടി ഊർജം സംഭരിക്കാനുള്ള സമയം. ഈ തണുത്ത മൗനമാണ് വരാനിരിക്കുന്ന പുതിയ വർഷത്തെ പുഷ്പിക്കാനുള്ള കരുത്ത്. ഇലകളെല്ലാം കൊഴിഞ്ഞ് കൂട്ടത്തോടെ നിൽക്കുന്ന മരങ്ങൾ. അവസാന ഇലയും മണ്ണിന് സമർപ്പിച്ച് ഓരോ മരവും ധ്യാനത്തിലേക്ക് മുടങ്ങും. പുതിയ തളിർപ്പിനായുള്ള പ്രാർത്ഥനയും കാത്തിരിപ്പും. മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ഇലകളെല്ലാം അതേ വൃക്ഷത്തിന്റെ വേരിലൂടെ അതിന്റെ ആത്മാവിലേക്ക് കുടിയേറി പുതിയ ഭംഗിയുള്ള ഇലകളായി പുനർജനിക്കുന്നു. ഒരേ മണ്ണിൽ വീഴുകയും അലിയുകയും തളിർക്കുകയും ചെയ്യുന്ന ജീവിതം എത്ര വ്യത്യസ്തമാണ്, എത്ര സുന്ദരമാണ് ഭൂമിയിലെ ഓരോ ജീവിതവും, അല്ലേ? വെളിച്ചം കുറഞ്ഞ ദിവസങ്ങൾ ഇരുട്ടിന്റെ മൃദുവായ പുതപ്പ് വിരിച്ച പോലെയാണ്. രാത്രിയുടെ ദൈർഘ്യം ഇങ്ങനെ കൂടുന്നത് കൊണ്ട് അലസതയും മടിയും നമ്മളെ വല്ലാണ്ട് പിടികൂടുന്നുണ്ട്, അല്ലേ? നേരം എത്ര പുലർന്നാലും പുകമൂടി പുറത്തെ കാഴ്ചകളെ മറച്ചുകൊണ്ട് ജാലകച്ചില്ലിൽ ഈർപ്പം മടികാട്ടി നിൽപ്പുണ്ടാകും. അനുവാദമില്ലാതെ തണുപ്പിങ്ങനെ ഉള്ളിലേക്ക് മത്സരിച്ച് കടന്നുകൂടും. തണൽ മരങ്ങളിലും വഴിവിളക്കുകളിലും കൂടുകൂട്ടിയ ഇരുട്ടും വിട്ടുപോകാതെ അലസത കാണിച്ചു നിൽക്കും. ഡിസംബറിലെ ഈ അലസതയൊക്കെ വിട്ടുമാറാനാണ് ക്രിസ്മസ് വിളക്കുകൾ നേരത്തെ തെളിയുന്നത്. അത് നമ്മളെ വർണ്ണങ്ങളിലേക്ക് മാടി വിളിക്കും. ഡിസംബറിലെ തണുപ്പിൽ കടൽ തീരങ്ങളിൽ കനത്ത കാറ്റ് വീശും. അത് നഗരങ്ങളിലേക്ക് വീശിയടിക്കും. ആ കുളിര് നമ്മുടെ ആത്മാവിനെ പോലും ആഴത്തിൽ തണുപ്പിച്ച് ചുറ്റിക്കറങ്ങും. മഞ്ഞു നദിയിൽ കൈവിരൽ മുട്ടിച്ച പോലെ നമ്മൾ വിറകൊള്ളും. ഡിസംബർ ഇരുട്ട് നിറഞ്ഞ വെറും ദിവസങ്ങൾ മാത്രമല്ല, ശാന്തിയുടെയും സന്തോഷത്തിന്റെയും അഗ്നി ജ്വലിക്കുന്ന സുദിനങ്ങളാണ്. ബത്ലഹേം കുന്നിറങ്ങി വന്ന പ്രകാശം നമ്മളിലെ നക്ഷത്രമായി തിളങ്ങി. ഇരുൾ വീണ ലോകത്തിന് വെളിച്ചമായി ഓരോ വീടിന്റെ മുറ്റത്തും മിന്നി തിളങ്ങുന്ന ക്രിസ്മസ് താരകങ്ങൾ. അന്ന് ആട്ടിടയന്മാർ കണ്ട പ്രത്യാശയുടെ പ്രകാശം ഇന്നും നമ്മയൊക്കെ നോക്കി കണ്ണുചിമ്മുന്നില്ലേ? ഓരോ ക്രിസ്മസ് ട്രീയും ജീവിതം പൂവണിയുമെന്നതിന്റെ മൗനമായ വാഗ്ദാനമാണ്. എത്ര ലളിതവും മനോഹരവുമായാണ് ഓരോ ക്രിസ്മസിനും നമ്മൾ തീർക്കുന്ന പുൽക്കൂടുകൾ. രാജകീയ പ്രൗഢിയില്ലാത്ത വൈക്കോലിന്റെ മണമുള്ള ഒരു കൊച്ചു വീട്. അവിടെയാണ് കുഞ്ഞീശോയുടെ തിരുപ്പിറവി. വലിയ വലിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ഇടങ്ങളിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് തുടങ്ങുന്നതെന്ന സത്യം ആ പുൽക്കൂട് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ആ ചുവന്ന കുപ്പായമിട്ട സ്നേഹത്തിന്റെ ദൂതനെയാണ്, സാന്റാക്ലോസ്. അദ്ദേഹം നൽകുന്ന ഓരോ സമ്മാനപ്പൊതിയും മനുഷ്യന് തമ്മിലുള്ള പങ്കുവയ്ക്കലിന്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ്. വീടുകൾ തോറും കയറിയിറങ്ങുന്ന ആ മധുരമായ കരോൾ ഗാനങ്ങൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു വിളിച്ചറിയിക്കലാണ്. ക്രിസ്മസിന്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക എന്ന 3 മന്ത്രങ്ങളാണ്. ഓരോ ക്രിസ്മസും നമ്മുടെ മനുഷ്യത്വത്തെ പുതുക്കണം. നമ്മുടെ ഉള്ളിലെ നന്മയുടെ തിരിനാളം ഊതിക്കെടുത്താതെ സംരക്ഷിക്കണം. ഇരുളിനെ മായ്ക്കുന്ന ഡിസംബറിന്റെ അലങ്കാര ദീപങ്ങൾ. രാവുടനീളം നഗരത്തിൽ കത്തിനിൽക്കുന്ന പ്രകാശ സഞ്ചയങ്ങൾ നമ്മുടെ ഉണർവുകളിലെല്ലാം നക്ഷത്രങ്ങൾ പൂത്തൊരു കാടായി കത്തിനിൽക്കും. ഓരോ ദേവാലയവും ബത്ലഹേമിലെ താരകം പോലെ നമ്മളെ മാടി വിളിക്കും. ആകാശത്തിന്റെയും ഭൂമിയുടെയും സംഗമസ്ഥാനം പോലെ ശോഭിക്കുന്ന അൾത്താര. അവിടെ കത്തുന്ന ഓരോ മെഴുകുതിരിയും തിരുപ്പിറവിയുടെ മണിയച്ചയ്ക്കായി കാതോർക്കുന്നുണ്ടാകും. നമ്മൾ ഓരോരുത്തരും കത്തിക്കുന്ന ഓരോ ദീപങ്ങളിലും ഉരുകി വീഴുന്നത് നമ്മളിൽ ബാക്കി നിൽക്കുന്ന അഹങ്കാരവും സ്വാർത്ഥതയുമായിരിക്കണം. ഈ ക്രിസ്മസ് രാവിൽ ഓരോ മൾത്താരയും നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: സ്നേഹമാണ് പ്രകാശം, വിനയമാണ് സൗന്ദര്യം, പങ്കുവെക്കലാണ് ജീവിതം. നിങ്ങളിൽ നിന്നും അകന്നു പോയവരോട് ക്ഷമിക്കുക. പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുക. കുടുംബ ബന്ധങ്ങളുടെയും ഹൃദയബന്ധങ്ങളുടെയും ആഘോഷമാണ് ക്രിസ്മസ്. ആകാശത്ത് നക്ഷത്രങ്ങൾ കൂടുതലായി തിളങ്ങുന്ന രാത്രികൾ, മനസ്സ് കൂടുതൽ മൃദുവാകുന്ന ദിവസങ്ങൾ.
നഗരവീഥികളിലെ മുക്കിലും മൂലയിലും ദീപങ്ങൾ പതിഞ്ഞ ശബ്ദത്തിൽ സോളമൻ ഗീത ആലപിക്കുന്നുണ്ട്. ഓരോ നക്ഷത്രരാവുകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വിശാലമായൊരു സമാധാനത്തിന്റെ ലോകത്താണ്. ഓരോ നക്ഷത്രവും നമ്മുടെ ആത്മാവിന്റെ പ്രതിഫലനമാണ്. സ്വയം പ്രകാശിക്കാൻ കഴിയുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ പലപ്പോഴും നമ്മൾ വെളിച്ചമാകാൻ മറന്നു പോകുന്നു, അല്ലേ? പട്ടണവും ഗ്രാമവും ഭൂമി മുഴുവനും നക്ഷത്രങ്ങളാൽ നിറയുന്ന രാവുകളാണ് ഡിസംബറിൽ. ഗ്രാമത്തിലെ വഴിയോരങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ നക്ഷത്രങ്ങൾ പൂവിട്ട് നിൽക്കുന്നതും ഓരോ മൺപാതകളിലും തിരുവെളിച്ചം പരന്നു കിടക്കുന്നതും കാണാം. ഓരോ പാതയറ്റത്തും തിരുപ്പിറവിയുടെ ചൂട് തേടുന്ന വീടുകൾ. പുൽമേട്ടിലെ ഉണങ്ങിയ പുൽനാമ്പുകളും വൈക്കോലും വിരിച്ച മണ്ണിന്റെ മണമുള്ള പുൽക്കൂടുകളിൽ ഒരു പ്രാണന്റെ തുടുപ്പ് കാണാൻ കഴിയും. സ്നേഹത്തിന്റെ ഓരോ രാത്രിവിളക്കും വഴികാട്ടിയായി മത്സരിച്ച് കത്തും. മണ്ണിലും വീട്ടിലും നിറയുന്ന മലാഖമാരുടെ സ്തുതിഗീതങ്ങളും പ്രകാശഗോപുരങ്ങളും കൊണ്ട് ഭൂമി നിറയും. പലരുടെയും മനസ്സിൽ നമ്മളൊരു നക്ഷത്രമായി തിളങ്ങുന്നുണ്ടാകും. നമ്മുടെ ഉള്ളിലും പലർക്കും തിളങ്ങി നിൽക്കാൻ നമ്മൾ ഇടം കൊടുത്തിട്ടുണ്ടാകും, അല്ലേ? കരോൾ ഗാനങ്ങളുടെ താളവും കേക്കിന്റെയും വൈനിന്റെയും മധുരവും ഒപ്പം നമ്മുടെയൊക്കെ സ്നേഹവും സൗഹൃദവും കൂടി ചേരുമ്പോൾ ഓരോ ക്രിസ്മസും കൂടുതൽ മനോഹരമാകുന്നു. കാലത്തിന്റെ ഇതളുകളിൽ ഡിസംബർ മഞ്ഞുതുള്ളികൾ കൊണ്ട് കവിത എഴുതുന്ന കാലമാണിത്. നക്ഷത്രങ്ങളുടെ പ്രണയകാലം. ഓരോ ക്രിസ്മസും ഗൃഹാതുരതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ്. വീടിന്റെ ഉമ്മറത്തോ മുറ്റത്തെ മരക്കൊമ്പിലോ കെട്ടിയിടുന്ന ആ ചുവന്ന കടലാസ് നക്ഷത്രത്തിന് ബെത്ലഹേമിൽ ഉദിച്ച താരത്തേക്കാൾ പ്രഭയായിരുന്നു. കൂട്ടുകാരുടെ ഒപ്പം പുൽക്കൂടൊരുക്കിയതിന്റെ ആവേശവും കുട്ടികളുടെ കരോൾ സംഗീതവുമെല്ലാം നമ്മുടെ ഉള്ളിൽ ഇന്നും ഒരു നിധി പോലെ മായാതെ കിടപ്പുണ്ട്, അല്ലേ? തിരക്കുകൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ പഴയ ബാല്യത്തെ, ആ കുട്ടിയെ ഉള്ളിലൊന്ന് ചേർത്ത് പിടിക്കൂ. ഡിസംബർ പിറക്കുമ്പോൾ തന്നെ പ്രകൃതി ഒരു പുത്തൻ മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങുന്നത് കാണാം. മധുരസംഗീതം മൂളുന്ന തണുത്ത കാറ്റ് പഴുത്തുകിടക്കുന്ന ഒലിവുമരങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കും. മഞ്ഞുനിലാവും പരസ്പരം ഇഴചേർന്നു കിടക്കുന്ന തോട്ടത്തിൽ നിശാപക്ഷികൾ വളരെ മൃദുവായി പാടും. ജീവജാലങ്ങളിലെല്ലാം ഒരു ശാന്തി മന്ത്രം നിറഞ്ഞു നിൽക്കും. പ്രകൃതി ഈശ്വരനായി മാറുന്ന പോലെ. നമ്മളും വിശ്വാസത്തിന്റെ ഒരു കുഞ്ഞു തിരി കൈക്കുമ്പിളിലാക്കി പ്രാർത്ഥനയിലേക്ക് ഇറങ്ങിച്ചെല്ലും. പതിയെ പതിയെ ശാന്തമായൊരു തടാകത്തിലേക്ക് ഇറങ്ങുന്ന പോലെ നമ്മുടെ മനസ്സ് കാരുണ്യത്താൽ നിറയും. നമ്മൾ മെല്ലെ സമാധാനത്തിന്റെ പുഴകളായി ഒഴുകും. ഓരോ ക്രിസ്മസിലും നമ്മളിൽ മുഴങ്ങുന്നത് ശാന്തി മന്ത്രങ്ങളാണ്. ഉൾക്കാഴ്ചകളിൽ എവിടെയോ ഒരു നക്ഷത്രത്തെ നമ്മൾ തിരയുമ്പോൾ നമ്മൾ തന്നെയാണ് വിശുദ്ധ താരകമെന്ന് തിരിച്ചറിയുക. അങ്ങനെ ആ വലിയ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ആഘോഷിച്ച മറ്റൊരു ക്രിസ്മസ് കാലത്തിനു കൂടി മെല്ലെ തിരശ്ശീല വീഴും. നക്ഷത്ര വിളക്കുകളുടെ പ്രഭയും ആരവങ്ങളും അടങ്ങുമ്പോൾ മനസ്സ് നിശബ്ദമായൊരു തീരത്തെ കണയുന്ന പോലെയാണ്. ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലെ നക്ഷത്രം അഴിച്ചു മാറ്റിയേക്കാം. ക്രിസ്മസ് ട്രീയും പുൽക്കൂട്ടിലെ രൂപങ്ങളും പെട്ടിയിലേക്ക് മടക്കി വെക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ പങ്കുവെച്ച സ്നേഹവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കട്ടെ. ഈ ക്രിസ്മസ് നൽകിയ ഊർജം വരാനിരിക്കുന്ന പുതുവർഷത്തിലേക്കുള്ള നമ്മുടെ വലിയ കരുത്താകട്ടെ. കൂടുതൽ വ്യക്തതയോടെ മുന്നേറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നക്ഷത്രങ്ങൾ കെട്ടുപോകുന്നത് ഇരുട്ട് പരത്താനല്ല, പുതിയൊരു സൂര്യോദയത്തിന് വഴിയൊരുക്കുകയാണ്. വീഴുന്നിടത്ത് അവസാനിക്കുന്നതല്ല വഴിയും ജീവിതവും. വീഴുന്നിടത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ക്രിസ്മസ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. നന്മയുടെ പ്രകാശം നിങ്ങളിൽ എന്നും ജ്വലിക്കട്ടെ. ശുഭരാത്രി. അടുത്ത മനോഹരമായ ദിനത്തിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജൂലി ഗണപതി. ഇത് റേഡിയോ ലൈവ് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.